ഈ ഒരു ചൈനീസ് വയലറ്റ് പ്ലാന്റിൽ ആർക്കെങ്കിലും പൂക്കൾ കുറയുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമുക്ക് വർഷം മുഴുവൻ നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ കിട്ടുന്നതാണ്. മഴക്കാലമായതുകൊണ്ട് കുറച്ച് പൂക്കൾ കുറവാണ്. ഈ മഴയൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടം പോലെ പൂക്കൾ നമുക്ക് നിറയെ കിട്ടും കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേലിച്ചെടിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഇത് നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് നടാനായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നട്ടാലാണ് ഇതിൽ നിറച്ച് പൂക്കൾ കിട്ടുകയുള്ളൂ. അപ്പോൾ പൂക്കൾ കുറവുള്ളവർ നന്നായിട്ട് പൂക്കൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് നടുക. അതേപോലെ തന്നെ നന്നായിട്ട് കൊത്തി ഇളക്കി പൊടിയായിട്ട് കിടക്കുന്ന ഒരു മണ്ണിൽ നട്ട് കൊടുക്കുക. നടുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ നിറച്ച് പൂക്കുലകളായിട്ട് ഇങ്ങനെ നിറച്ചും തിങ്ങി നിറഞ്ഞു വരും. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നുണ്ട് 3 കളറുകൾ അല്ലേ, ഇളം മഞ്ഞ, അതേപോലെ തന്നെ വയലറ്റ്, വെള്ള കളർ. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് നട്ട് കൊടുത്താലും ഭംഗിയാണ്. ഇല്ലെങ്കിൽ ഇതേപോലെ ഓരോ ചെടിയായിട്ട് നമ്മൾ നട്ട് കൊടുത്ത് നന്നായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മീറ്ററോളം ഹൈറ്റിൽ ഇത് നന്നായിട്ട് വളർന്നു വരികയും ചെയ്യും. നിറയെ പൂക്കളും കിട്ടും. അത് നമുക്ക് ഒരു പരിചരണമോ അല്ലെങ്കിൽ മുരടിപ്പോ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇതേപോലത്തെ ചെറിയ കമ്പുകൾ, ഒരു 5-6 നോഡുകളോട് കൂടിയ കമ്പുകൾ കട്ട് ചെയ്തെടുത്ത് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ്. നടുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊത്തി ഇളക്കിയിട്ട മണ്ണായിരിക്കണം അതിൽ നമ്മൾ നട്ടു കൊടുക്കുന്നു. അത് പെട്ടെന്ന് തന്നെ ഇതേപോലെ നിറച്ച് പൂക്കൾ തരാൻ തുടങ്ങുന്നതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത. ഇനി നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ, ഫ്രാൻസിസ് വൈൻ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നിറച്ച് നമുക്ക് കർട്ടൻ പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ വേര് ആണ് കേട്ടോ ഈ തൂങ്ങി നിൽക്കുന്നത്. ഇതിൻ്റെ വേരാണ്. ആലിന്നൊക്കെ വരുന്ന വേര് പോലെ തന്നെ ഈ ഒരു പ്ലാന്റിലും നിറച്ച് നമുക്ക് കർട്ടൻ പോലെ വെള്ളയും വയലറ്റും ആയിട്ടുള്ള നമുക്ക് ഒരുപാട് വേരുകൾ തൂങ്ങി വരും. അത് നമുക്ക് കർട്ടൻ പോലെ ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. 2 ഭാഗങ്ങളിലേക്കായിട്ട് കെട്ടി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കർട്ടൻ പോലെ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ വേരുകൾ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിറച്ച് നമുക്ക് ഇടതൂർന്ന് നമുക്ക് ഈ വേരുകൾ തൂങ്ങി വരും. അതേപോലെ തന്നെ നമുക്ക് നീട്ടത്തിൽ പന്തൽ പോലെ വെച്ച് കൊടുത്താൽ നമുക്ക് നിറച്ച് നമുക്ക് ഇതേപോലത്തെ വേരുകൾ വരും. അത് പല ഷേപ്പിലായിട്ട് നമുക്ക് വെട്ടി ഒതുക്കി വെച്ച് നമ്മുടെ ഇഷ്ടാനുസരം ആ ഒരു വേരിനെ നമുക്ക് നിർത്താൻ പറ്റും. അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നമ്പറുകൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ട് അത് നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ കണ്ടോ, ഇതേപോലെ നമുക്ക് ഈ ഒരു പ്ലാന്റ് വലുതായി വരുന്ന സമയത്ത് നമുക്ക് അടിയിലേക്ക് ബ്രാഞ്ചുകൾ തൂങ്ങിക്കിടക്കും. ആ ഇതിന്ന് പിന്നെയും വേരുകൾ വന്ന് പിന്നെ അത് ഈ ഒരു വലിയ പ്ലാന്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഒന്ന് വെട്ടി ഒതുക്കി പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഈ പ്ലാന്റ് വൃത്തിയായിട്ടിരിക്കും. ഒരുപാട് അങ്ങനെ നമ്മൾ പടർത്തി വിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇത് വെട്ടി ഒതുക്കി പ്രൂൺ ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ല മനോഹരമായിട്ട് ഒതുക്കി നിർത്തിയാൽ നിറച്ചതിൽ പൂക്കൾ കൂടിയും കിട്ടുന്നു. അപ്പോൾ ഇത്ര കാര്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ. നല്ല വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ഈ ഒരു പ്ലാന്റിന് നനച്ചാൽ മതി എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പം ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് 27ഓളം കളറുകൾ അച്ചമിനാസ് പ്ലാന്റുകൾ കൊടുത്തിരുന്നു. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അപ്പോൾ മൾട്ടി കളറുള്ള ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. റോസാപ്പൂക്കളെക്കാൾക്കും ഭംഗിയുള്ള പൂക്കൾ തരുന്ന ചെടിയാണ്. അപ്പോൾ അതിൻ്റെ ടിപ്സും ട്രിക്സുകളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ തൊട്ട് മുമ്പ് അത് അവിടെ ഐക്കാർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പോയിട്ട് കണ്ടിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഗാർഡനിങ്ങിൽ തന്നെ നമുക്ക് വെജിറ്റബിൾ ഗാർഡനിൽ കൂടി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മലനാട് വൈബ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടിപ്സുകളും ട്രിക്സുകളും നമുക്ക് വെജിറ്റബിൾ പ്ലാന്റിനെ കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി ചോദിക്കാനായിട്ട് മറന്നു പോകരുത്. പോകുന്ന പോക്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നല്ല കണ്ടൻറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ ബൈ.